ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് കിട്ടില്ല പണി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബ്ലൂടൂത്തുകളുടെ കണക്ടിവിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു. വീഡിയോസ് റൺ ചെയ്യുന്ന ടൈമിൽ ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സംഗീത്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വയർലെസ് ഹെഡ്സെറ്റ് ആണ്. നമ്മുടെ ബോട്ടിൻ്റെ റോക്കേഴ്സ് 335 എന്ന് പറയുന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോയാലോ. ഇതിനകത്ത് അവർ തന്നെ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് എല്ലാം പറയുന്നുണ്ട്. അഡ്വാൻസ്ഡ് 5.0 ചിപ്സെറ്റ് ആണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് കണക്ക് തന്നെ ടൈപ്പ് സി കേബിളാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത് ടൈപ്പ് സി ആണ് യൂസ് ചെയ്യുന്നത്. മിക്കുള്ളത് അപ്ഡേഷൻ പുതിയ വരുന്ന എല്ലാം ടൈപ്പ് സി ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ സിംഗിൾ പ്രസ്സിൽ തന്നെ വോയിസ് അസിസ്റ്റൻ്റ് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്തോട്ട്. അതിൽ ഡ്യുവൽ പെയറിംഗ് ഉണ്ട്. അതുകൊണ്ട് 2 ഫോണിൽ നമുക്ക് ഒരേ കണക്ക് പെയർ ചെയ്യാൻ പറ്റും. അത് കണക്ക് തന്നെ അവർ വാഗ്ദാനം ചെയ്തേക്കുന്നത് അപ് ടു 30 hours നമുക്ക് നോൺ സ്റ്റോപ്പായിട്ട് പാട്ടുകൾ കേൾക്കാമെന്നാണ് അവർ വാഗ്ദാനം ചെയ്തേക്കുന്നത്. അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കണം. അതുകൂടാതെ ഇവർ പറയുന്നത് സ്വെറ്റ് റെസിസ്റ്റൻ്റ് എന്നാണ്, അതായത് വാട്ടർ പ്രൂഫ് അല്ല എന്നാണ് പറയുന്നത്. വെള്ളത്തിൽ കൊണ്ടൊന്നും ഇട്ട് മുക്കുകയൊന്നും ചെയ്യരുത്. സ്വെറ്റ് പ്രൂഫാണ്. നമ്മൾ ഇപ്പോൾ ഓടുകയോ ചാടുകയോ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ വേർപ്പ് തട്ടിയിൽ നിന്ന് വേറെ ഇഷ്യൂസ് ഒന്നും ഇതിനകത്ത് വരത്തില്ല. അതുകൊണ്ടൊക്കെ തന്നെ ബാക്കി കാര്യങ്ങളുണ്ട്. നമുക്ക് തന്നെ തുറന്ന് തന്നെ നോക്കാം. ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തേക്കുന്നത്. 1500 രൂപയായി എനിക്ക് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ. ഇപ്പം നിലവിൽ എൻ്റെ റേറ്റ് 1600 രൂപയാണ്. എനിക്ക് ഒരു ഓഫർ വന്ന് 100 രൂപ കുറഞ്ഞ് കിട്ടിയതായിരുന്നു. ഒരു പാക്കിങ് ഓക്കെ, കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. പാക്കിങ് ഓക്കെ, ഇതിനകത്ത് വേറൊന്നുമില്ല. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്. ഇതിൻ്റെ ബാക്കിൽ ആണ് ബാക്കി കാര്യങ്ങളെല്ലാം വന്നേക്കുന്നത്. അപ്പോൾ ഇതിവിടെ തുറന്ന് നോക്കാം. ഇത് അവരുടെ ഒരു വാറൻറ്റി കാർഡുണ്ട്. കൊള്ളാമല്ലേ വാറൻറ്റി കാർഡ്. അതുകൂടാതെ അവരുടെ യൂസർ മാനുവലുണ്ട്. പിന്നെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഇതായത് കൊണ്ടാണ് ഉണ്ടോ അവരുടെ എല്ലാത്തിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടുള്ള 4-5 ക്ലബ്ബുകളുണ്ട്. ഡൽഹി ക്യാപിറ്റൽസ്, നൈറ്റ് റൈഡേഴ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ്, പിന്നെ അവരുടെ കുറേ ബ്രോഷറും മറ്റ് കാര്യങ്ങളുമാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് 2 പെയറാണ് വന്നേക്കുന്നുണ്ടോ. ഇപ്പോൾ ടോട്ടൽ നമുക്ക് ഇതിലുൾപ്പെടെ 3 എണ്ണം വരുന്നുണ്ട്. 3 പേർ, ഒന്ന് ഇവിടെ വരുന്നുണ്ട്. അതുകൂടാതെ ബാക്കി 2 എണ്ണം ഇവിടെയും വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി കേബിളാണ് കേട്ടോ. നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 മിനിറ്റോളം നമുക്ക് യൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അവരുടെ സ്റ്റിക്കറും പ്രൊവൈഡ് തന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്കറും തന്നിട്ടുണ്ട്. കൊള്ളാമല്ലേ. നമുക്ക് ഇവിടെ തന്നെ ഒട്ടിച്ചങ്ങ് വെച്ചേക്കാം. ഓക്കെ, അതോടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ ഹെഡ്സെറ്റിലോട്ട് വരാം. ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് കൊള്ളാമല്ലോ. ഹെഡ്സെറ്റ് നല്ല സാധനം, നല്ല ഫ്ലെക്സിബിളാണ് കേട്ടോ. നല്ല ഫ്ലെക്സിബിൾ, കിട്ടില്ല സാധനം. എന്നിട്ട് നല്ല കുഴപ്പമില്ലാത്ത വെയിറ്റും ഉണ്ട്. ബൈക്ക് യാത്രയ്ക്കൊക്കെ കൊള്ളാമെന്ന് തോന്നുന്നു. 1 ടച്ചിൻ്റെ ഇവിടെയാണ് നമുക്ക് ചാർജ് ചെയ്യാനുള്ള പോർട്ട് വന്നേക്കുന്നത്. ടൈറ്റ്ലി പാക്കഡ് കാര്യം, സ്വിച്ച് പ്രൂഫ് ആയതുകൊണ്ട് ടൈറ്റ്ലി പാക്കഡ് ആണല്ലോ. ടൈപ്പ് സി. പിന്നെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് കുഴപ്പമുണ്ട്. പവർ ബട്ടൺ ഉണ്ട്. അതുകൂടാതെ റൈറ്റ് സൈഡിലൊന്നുമില്ല. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. പിന്നെ മാഗ്നറ്റ്. ഇത് നല്ല മാഗ്നറ്റ് തന്നെയാണ് കേട്ടോ. നല്ല മാഗ്നറ്റാണ്. അല്ല, നല്ല മാഗ്നറ്റ് തന്നെയാണ്. അതുകൂടാതെ കൂടുതൽ വരുന്ന കംപ്ലൈൻറ്റ് ഒന്ന് ഇവിടത്തെയും ഒന്ന് ഈ ഭാഗത്തെയും വയറുകൾ പെട്ടെന്ന് ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇവിടെയൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടോ. നല്ല ക്വാളിറ്റിയാണ്. പവർ ബട്ടൺ ഇതിനകത്ത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഫോണിലെ ബ്ലൂടൂത്തുമായിട്ട് നമുക്കിത് കണക്ട് ചെയ്യാം. കുഴപ്പമില്ല, നമുക്ക് കിടപ്പുണ്ട് എന്നൊരു ഫീൽ കാണത്തില്ല കേട്ടോ. ഇതൊരു റബ്ബർ ബുഷാണ്. നമ്മളെ ചെവിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റബ്ബർ ബുഷ്. എനിക്ക് നല്ല കംഫർട്ട് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല കംഫർട്ട് തോന്നുന്നുണ്ട്. എന്താ, കുറച്ച് പവർ കൊടുക്കുമ്പോഴേ മാത്രമേ ഇത് വലിഞ്ഞ് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് പെട്ടെന്നൊന്നും വിട്ട് വരത്തില്ല കേട്ടോ. എന്താ, ഞാൻ കുറച്ച് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. നല്ല ഫോഴ്സ് കൊടുക്കുമ്പോഴേ ഇത് വലിച്ച് വരത്തുള്ളൂ. നമ്മളിത് നല്ലോണം ടൈറ്റ് ചെയ്ത് അകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള വോയിസ് ഒന്നും പെട്ടെന്ന് കേൾക്കാൻ കഴിയത്തില്ല കേട്ടോ.
ഇനി പാട്ട് ഇടുമ്പോഴേ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയത്തുള്ളൂ. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. എത്ര മണിക്കൂർ ബാക്കപ്പൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 30 മണിക്കൂറാണെങ്കിൽ നമുക്ക് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളതെല്ലാം ഞാൻ വഴിയെ പറഞ്ഞു. ഇത് ഗെയിമിങ്ങിന് കൊള്ളാമോ ഇല്ലേ എന്നുള്ളതെല്ലാം ഞാൻ വഴിയെ പറഞ്ഞു തരാം. കാര്യം ഞാനൊരു ഗെയിം കളിക്കുന്ന ഒരാളും കൂടിയാണ്. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ മൈക്കിലാണ്. അപ്പോൾ എത്രമാത്രം ക്ലിയറിലായിട്ട് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത് ഇപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ കേട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഔട്ട്സൈഡ് നോയ്സ് നല്ലപോലെ ഇത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കമ്പനി പറയുന്നത് ഈ ബ്ലൂടൂത്ത് പെയറിങ്ങിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് 10 മീറ്ററിൽ എത്തുമ്പോഴും ഈ പറയുന്ന ആ ഒരു ക്വാളിറ്റിയിൽ വോയിസ് കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കത് വീഡിയോ എടുത്ത് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ നോയ്സ് ലേഷൻസിൻ്റെ ഭയങ്കര ഒരു തോൽവിയാണ് ആ ഒരു സെക്ഷനിലോട്ട് വരുമ്പോൾ. കാര്യം എടുത്ത വീഡിയോ തന്നെ ഔട്ട്സൈഡ് നല്ല രീതിക്ക് ഉള്ള വോയിസ് എല്ലാം അതിനകത്ത് ക്യാപ്ചർ ആവുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അറൗണ്ട് നല്ല ഡിസ്റ്റൻസ് ഇപ്പോൾ ആയിക്കാണും. ഇപ്പോഴും സൗണ്ട് നല്ല പോലെ കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. 4 to 6 weeks later. ഞാൻ പ്രോഡക്റ്റ് വാങ്ങി അറൗണ്ട് 1 മന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. കാര്യം റിവ്യൂ വീഡിയോ കൂടെ ഒരുമിച്ച് ഇടാമെന്നുള്ള ഒരു ഇതിലായിരുന്നു ഞാനിങ്ങനെ ചെയ്തത്. ഒരു കാര്യം, ഞാൻ ആമസോണിൽ നിന്നാണ് നിങ്ങളെ അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് കിട്ടില്ല പണി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, അത് ഡാമേജ് ആയിരുന്നു. കണക്ടിവിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു. ബ്ലൂടൂത്തോടെ കണക്ടിവിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു. വീഡിയോസ് റൺ ചെയ്യുന്ന ടൈമിൽ തനിയെ കണക്ഷൻ അങ്ങ് വിട്ടും സൗണ്ടും കേൾക്കത്തില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നും സൗണ്ട് കേൾക്കും. അങ്ങനെ ഇഷ്യൂ വന്നപ്പോൾ ഞാനത് റിട്ടേൺ ചെയ്തു. റിട്ടേൺ ചെയ്ത സമയത്താണ് ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ റിട്ടേൺ പീരീഡും കഴിഞ്ഞ് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് അത് അവർ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നും ആമസോണിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ഞാൻ മടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബുക്ക് ചെയ്തു. ഫ്ലിപ്കാർട്ടിൽ നിന്നും വന്ന് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ആമസോണിൽ തന്ന ഒരു ഡാമേജ് പ്രോഡക്റ്റ് ആയിരിക്കാം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. കണക്ടിവിറ്റി ഇപ്പോഴും ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അല്ലാതെ വേറെ ഇഷ്യൂ വാങ്ങിച്ച ടൈമിൽ ഫ്ലിപ്കാർട്ടിൽ അൺബോക്സ് ചെയ്ത ടൈമിലും ചെറിയൊരു കണക്ടിവിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് പിന്നീട് അതങ്ങ് മാറി. അപ്പോൾ ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഫസ്റ്റ് ഇതിൻ്റെ ബാസ് അറൗണ്ട് നമുക്കൊരു ഔട്ട് ഓഫ് 10 നമുക്കൊരു 7.5 നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ കഴിയും. അതുകൂടാതെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഇത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് തന്നെ. ഞാൻ അറൗണ്ട് പാട്ടൊന്നും കേൾക്കുന്നില്ല, ജസ്റ്റ് ഫോണും കാര്യങ്ങളും നല്ല രീതിക്ക് ഫോൺ വരുന്നുണ്ട്. അപ്പോൾ അതും കാര്യങ്ങൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഞാൻ 3 ദിവസം കൂടുമ്പോൾ മാത്രമാണ് ഇത് ചാർജ് ചെയ്യുന്നത്. ഞാൻ ഫാസ്റ്റ് ചാർജിങ് ആണ് യൂസ് ചെയ്യുന്നത്. 3 ദിവസം ആകുമ്പോൾ മാത്രമേ. ഞാൻ ഗെയിമും കളിക്കുന്നുണ്ടായിരുന്നു. ഗെയിം ഞാൻ 2-3 ദിവസം ചേർത്തുകൊണ്ട് കളിച്ചപ്പോൾ 1 ഡേ ഫുള്ളായിട്ട് നല്ല രീതിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഫുൾ വോളിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേൾക്കാൻ കഴിയും. നമ്മൾ വയേർഡ് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന ആ ഒരു ഫീൽ എന്തായാലും നമുക്ക് ബ്ലൂടൂത്തിനകത്ത് കിട്ടത്തില്ല. കാരണം ഞാൻ വയേർഡ് ബോട്ടിൻ്റെ ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നല്ല എഫക്റ്റ് ആയിരുന്നു. പക്ഷെ ആ ഒരു എഫക്റ്റ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല. അത് വേറെ കാര്യം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബാറ്ററി പിന്നെ വരുന്നത് ഗെയിമിങ്ങും ഫോണും പാട്ടുമാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 1.5 ദിവസം നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. അത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. കാര്യം ഞാനത് യൂസ് ചെയ്ത ആളാണെങ്കിൽ കണ്ടിന്യൂസ് ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും 1.5 ദിവസം ഒന്നും കിട്ടത്തില്ല. ഒരു ദിവസം കൊണ്ട് തന്നെ 7-8 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 20% കഴിയുമ്പോൾ ഇതിങ്ങനെ ലോ ബാറ്ററി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു ഇറിറ്റേഷൻ മാത്രമേ ഉള്ളൂ. കണക്ടിവിറ്റി എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ഇതിൽ നിന്ന് ആദ്യം കിട്ടാത്തത് കൊണ്ട്, രണ്ടാമത്തേൽ ആ ഒരു ചെറിയൊരു ഇഷ്യൂ വന്നതും കൊണ്ട് എനിക്ക് 10 ഔട്ട് ഓഫ് 10 എനിക്കൊരു 6.5 മാത്രമേ എൻ്റെ കണക്ടിവിറ്റി എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ. സ്പ്ലാഷ് ആൻഡ് സ്വെറ്റ് പ്രൂഫ് എന്നുള്ള കേസാണ്. അത് നല്ല പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഒരുപാട് ചാറ്റുകൾ മഴയത്തൊക്കെ ഇതും വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അത് പക്കയാണ്. 10 ഔട്ട് ഓഫ് 10 തന്നെ അതിന് കൊടുക്കാം. പിന്നെ പറയുന്നത്, നമ്മൾ ബൈക്കിൽ പോകുന്ന ടൈമിൽ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും കോള് വരും, നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ട് നമ്മളൊരു കോള് വരും, നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് ആ കോൾ അറ്റൻഡ് ചെയ്യുകയെന്നുണ്ടെങ്കിലും നമുക്ക് ആ പുറത്തുള്ള ആ ഒരു നോയ്സ് നമുക്ക് നല്ല പോലെ ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അവർക്ക് ക്ലിയർ ആവണമെന്നൊന്നുമില്ല. ആ ഒരു കാര്യത്തിൽ എനിക്കൊരു ചെറിയ ഒരു പോരായ്മ തോന്നിയിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പെട്ടെന്ന് തന്നെ ചാർജ് കയറുന്നുണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ട് ഇറങ്ങി പോകുന്ന സമയത്താണ് ബാറ്ററി ലോ ഒന്ന് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ചാർജ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും പാട്ട് കേൾക്കാനും കുറച്ച് നേരം പാട്ട് കേൾക്കാനും നിങ്ങൾക്ക് ഇപ്പം അല്ലാണ്ട് യൂസ് ചെയ്യാനും സിമ്പിളായിട്ട് പറ്റും. അത്
ഇയറിൽ വെക്കുമ്പോഴുള്ള കംഫർട്ട് ഞാൻ നേരത്തെ നിങ്ങളെ അവിടെ കാണിച്ചു. എനിക്ക് നല്ല കംഫർട്ടായിരുന്നു ഇയറിൽ വെക്കുമ്പോൾ. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ഊരി പോകുമെന്നുള്ളൊരു പേടിയൊന്നുമില്ല. നല്ല വെയിറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ പ്രോഡക്റ്റ് ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് അറൗണ്ട് 9 തന്നെ കൊടുക്കാൻ കഴിയും. അത്രയും നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഞാൻ ഒരുപാട് ഹെഡ്സെറ്റ്സ് നോക്കിയാണ് നമ്മളെ വിലയിലും നമുക്ക് പറ്റിയ ഒരു ഹെഡ്സെറ്റ് ഞാനത് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വാങ്ങാൻ നിങ്ങളെ കൂട്ടുകാരോ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്.